ചോറിന് നന്ദി കാണിക്കുന്ന പിണറായി അടിമകൾ സർക്കാർ സർവീസിൽ ഉള്ളിടത്തോളം കാലം മുഖ്യമന്ത്രി വി.ഡി. സതീശനായതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഇത്തരക്കാർ സർക്കാർ സർവീസിലിരുന്ന് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സർക്കാരിന് തലവേദനയാവുകയാണ് ഗീന കുമാരി എന്ന കമ്മി അടിമ. ED ആക്രമിച്ച കേസിൽ CPM ഗുണ്ടയ്ക്ക് ജാമ്യം നൽകാൻ CPM അടിമയായ പ്രോസിക്യൂട്ടർ ഗീനാകുമാരി പറഞ്ഞ വാദം സാധാരണക്കാരെ ഞെട്ടിച്ചിരിക്കുകയാണ്. കോടതി എന്താണ്, കോടതിയിൽ നമുക്ക് വിശ്വാസം സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ ആകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹം ഉയർത്തുന്നത്. പ്രതിക്ക് ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുകയില്ല എന്നാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ ഗീനാകുമാരി തിരുവനന്തപുരം ജില്ലാ കോടതിയെ അറിയിച്ചത്. കേസിൽ 9ാം പ്രതിയുടെ ആവശ്യമില്ല എന്നുള്ളതായിരുന്നു മറ്റൊരു വാദം. ഇവർ പറയുന്നത് ഇയാൾക്ക് ജാമ്യം നൽകി ജയിൽ മോചിതനാക്കിയാലും അന്വേഷണത്തെ ബാധിക്കില്ല എന്നാണ്. 27 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിക്ക് ശേഷം സർക്കാർ നോക്കി നിൽക്കെ പുല്ലുപോലെയാണ് ഹരീഷ് കുമാർ ജാമ്യം നേടി പുറത്തിറങ്ങിയത്. ഹരീഷ് കുമാർ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിലും ഇയാളുടെ ഒരു പരിവേഷം ഗുണ്ടാ പരിവേഷമാണ്. നിരവധി കേസിൽ ഇയാൾ പ്രതിയുമാണ്. പ്രതിയുടെ ജാമ്യത്തെ എതിർത്ത് പോലീസ് ജൂൺ 18 തന്നെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു എങ്കിലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഗീനാകുമാരി ജാമ്യത്തെ എതിർത്തില്ല എന്നാണ് ആരോപണം. പ്രതിയെ ഇനി കസ്റ്റഡിയിൽ വേണ്ട എന്നും അവർ കോടതിയെ അറിയിച്ചിരുന്നു. പിണറായി സർക്കാർ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പ്രോസിക്യൂട്ടർ തസ്തികയിൽ നിയമിച്ച ആളാണ് ഗീനാകുമാരി. അതാണ് നേരത്തെ പറഞ്ഞത്. ഇത്തരക്കാർ നിരവധി പേരാണ്, ഇതുപോലെ പിണറായി സർക്കാരിന്റെ താല്പര്യത്തോടെ നിയമിക്കപ്പെട്ട നിരവധി പേരാണ് ഇപ്പോഴും സർക്കാർ സർവീസിൽ തുടരുന്നത്. ഒരു സർക്കാർ മാറിയാൽ പോലും സർക്കാരിനോട് അല്ല ഇവർക്കൊക്കെ കൂറ്. ശരിക്കും ഇവർ കമ്മി അടിമകളാണ് എന്നുണ്ട് എങ്കിൽ ഇവർ ഇപ്പോഴും പിണറായി സർക്കാരിന് തന്നെ സ്തുതി പാടും, പിണറായി സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. പിന്നെ വി.ഡി. സതീശനെ പോലെ ഒരാൾ അധികാരത്തിൽ മാറി വന്നതുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ എന്നാണ് ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നത്. പ്രതിക്ക് ജാമ്യം നൽകരുത് എന്ന് ചൂണ്ടിക്കാട്ടി 13 കാരണങ്ങളാണ് പോലീസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ജൂൺ 24-ന് ജാമ്യാപേക്ഷ പരിഗണിച്ച ദിവസം വരെ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി പ്രോസിക്യൂട്ടർ ബന്ധപ്പെട്ടിട്ടില്ല എന്നും കേസ് ഡയറി ഉൾപ്പെടെയുള്ള രേഖകൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും പോലീസ് പറയുന്നു. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വിവരം പോലും അന്വേഷണ സംഘത്തെ അറിയിച്ചില്ല എന്ന ആക്ഷേപമുണ്ട്. എന്തായാലും പ്രോസിക്യൂട്ടർ ഗീനാകുമാരി ED-യെ ആക്രമിച്ച കേസിൽ മേലിൽ ഹാജരാകുന്നതിൽ നിന്നും മാറ്റാനാണ് ഒരുക്കങ്ങൾ. ഇക്കാര്യം ആവശ്യപ്പെട്ട് കമ്മീഷണർ DGP-ക്ക് പരാതിയും നൽകിയിരുന്നു. പ്രതി ജാമ്യം വാങ്ങി പുറത്തിറങ്ങുമ്പോൾ സർക്കാരിന് നോക്കി നിൽക്കാൻ മാത്രമാണ് സാധിച്ചത്. ഒടുവിൽ പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. പ്രതിയുടെ ജാമ്യം നിഷേധിക്കണമെന്ന പോലീസ് റിപ്പോർട്ടും ഉണ്ടായിട്ടും അതിനു വിരുദ്ധമായി ഗീനാകുമാരി ജാമ്യാപേക്ഷയെ കോടതിയിൽ എതിർക്കാതിരുന്നതാണ് ജില്ലാ ജഡ്ജി നസീറ പ്രതിക്ക് ജാമ്യം അനുവദിക്കാൻ കാരണം. കേസിൽ ആദ്യമായാണ് ഒരു പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നത്. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ പുതുതായി നിയമിക്കണം എന്ന് ആവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർ DGP-ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പ്രതിക്ക് ജാമ്യം നൽകരുത് എന്നും ഇനിയും കസ്റ്റഡി ആവശ്യമുണ്ട് എന്നുമായിരുന്നു പോലീസ് നിലപാട്. പോലീസിന്റെ കണ്ടെത്തലുകളെ പ്രോസിക്യൂട്ടർ കോടതിയിൽ എതിർത്തു. ആക്രമണത്തിന് ഉപയോഗിച്ച വടി കണ്ടെത്തണമെന്നും ജാമ്യം നൽകരുത് എന്നുമാണ് പോലീസ് കോടതിയിൽ വാദിച്ചത്. 1994-ൽ സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരെ SFI നടത്തിയ ലാത്തിചാർജിൽ ഗീനയുടെ തല പൊട്ടി. ഇതോടെയാണ് ഗീനാകുമാരി വലിയൊരു നേതാവായത്. ED-യെ ആക്രമിച്ച കേസിൽ ആദ്യമായി ഒരു പ്രതിക്ക് ജാമ്യം കിട്ടിയതിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വീഴ്ച സംബന്ധിച്ച വിവാദം പുകയുകയാണ്. 9ാം പ്രതി ഹരീഷ് കുമാറിന് ജാമ്യം നൽകാതിരിക്കാൻ കൊടുത്ത 13 കാരണങ്ങൾ പോലീസ് 18-ന് തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. റിപ്പോർട്ട് കൈമാറിയ പ്രോസിക്യൂട്ടർ ഗീനാകുമാരി ജാമ്യത്തെ എതിർത്തില്ല. പ്രതിയെ കസ്റ്റഡിയിൽ വേണ്ട എന്ന നിലപാടെടുത്തു. തുടർന്ന് 24-ന് കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചു. ഒരിക്കൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥനെ ബന്ധപ്പെട്ടിട്ടില്ല. ഇങ്ങനെ നിരവധി ആക്ഷേപങ്ങളാണ് ഗീനാകുമാരിക്കെതിരെ ഉയരുന്നത്. ഹരീഷ് മറ്റു പ്രതികളുമായി ചേർന്ന് ED ഉദ്യോഗസ്ഥരുടെ കാർ ആക്രമിച്ചപ്പോൾ ചില്ല് തകർന്ന ഡ്രൈവർ ശ്യാംരാജിന്റെ കണ്ണിന് ഗുരുതര പരിക്കേറ്റു എന്ന് ജാമ്യത്തെ എതിർത്ത് പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ED ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശം പ്രതികൾക്കുണ്ടായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. CRPF ഉദ്യോഗസ്ഥരെ കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കാതെ തടഞ്ഞു. പ്രതികൾ കൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും ഗ്ലാസ് അടിച്ച് തകർത്ത കമ്പും കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. കൂട്ടുപ്രതികളെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്യാനുണ്ട്. പ്രതി പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്നും പോലീസ് പറയുന്നു. എന്തായാലും ഭരണം മാറിയെങ്കിലും പോലീസുകാർ അവർ കൃത്യമായും എന്താണ് നീതി അതിന്റെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ നാണം കെട്ട ചില ഉദ്യോഗസ്ഥർ സർക്കാർ സർവീസിലിരുന്ന് സർക്കാരിനും അതുപോലെ തന്നെ നീതി ന്യായ വ്യവസ്ഥയ്ക്കും നാണക്കേടുണ്ടാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.